ദേവിയുടെ ശബ്ദം ഇങ്ങനെ ഇടറിക്കൊണ്ടേയിരുന്നു. ഗോവിന്ദ, ഈ ഒരു ആപത്തുകളെല്ലാം വീണ്ടും വീണ്ടും എൻ്റെ ജീവിതത്തിൽ ഇനിയും വരട്ടെ. കാരണം ആ ഓരോ ആപത്തുകൾ വരുമ്പോഴെല്ലാം അങ്ങ് എൻ്റെ കൂട്ടത്തിലുണ്ടല്ലോ. അങ്ങേ കാണുന്നതാണ് ഏറ്റവും വലിയ അനുഗ്രഹം. അങ്ങ് അടുത്തില്ലാതിരിക്കുന്നതാണ് ഏറ്റവും വലിയ ആപത്ത്. കാരണം അങ്ങടുത്തുള്ളപ്പോൾ നമ്മൾ ജനന മരണ ചക്രത്തിൽ നിന്ന് മുക്തരാകുന്നു. കുന്തിദേവി ചിന്തിക്കുകയാണ്, ഈ ആപത്തുകളും ബുദ്ധിമുട്ടുകളും എല്ലാം വലിയൊരു അനുഗ്രഹമായിരുന്നു. അതിലൂടെ ഭഗവാനുമായിട്ട് കൂടുതൽ അടുക്കാൻ കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഭൗതികമായിട്ടുള്ള എല്ലാ വസ്തുവകളിൽ നിന്നും ഒരു വിരക്തിയിലേക്ക് കുന്തിദേവി എത്തിയിരുന്നു. എന്നിട്ട് കുന്തിദേവി പ്രാർത്ഥിക്കുകയാണ്, എനിക്ക് എൻ്റെ മക്കളോടും ബന്ധുക്കളോടും ഇപ്പോഴും ഒരു ആസക്തിയുണ്ട്, അതും എന്നിൽ നിന്ന് അകറ്റണമേ. കാരണം കുന്തിദേവിക്ക് അറിയായിരുന്നു, മോക്ഷപ്രാപ്തിക്കായിട്ട് എല്ലാവരെയും, എല്ലാ ജീവജാലങ്ങളെയും സ്വന്തം ആളായിട്ട് കാണണം. സ്വന്തം ബന്ധുക്കളെ മാത്രമല്ല, സ്വന്തം ബന്ധുക്കളെ പോലും ആത്മാക്കളായിട്ട് കാണാൻ പഠിക്കണം. യഥാർത്ഥ അറിവ് ലഭിച്ചൊരു വ്യക്തി എല്ലാ ജീവജാലങ്ങളെയും ഒരേപോലെയാണ് കാണുന്നത്. കാരണം ഭഗവാന്റെ അംശമായിട്ട് അവർ കാണുന്നു. ശാരീരിക ഉപാധികൾ അതെല്ലാം താൽക്കാലികമാണ്, നിരർത്ഥകമാണ്. ഇതൊക്കെ കുന്തിദേവി പറയുകയാണ്.